ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം നടക്കുമോ എന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാലകൾ, അഫിലിയേറ്റഡ് കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ദിനാചരണം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. കേരളത്തിലെ കോളേജുകളിൽ ദിനാചരണം നടത്തരുത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അലക്സിയും ഗവർണർ സർക്കാർ പോരും ഒരു ഭാഗത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു ബാക്കിപത്രം എന്നുകൂടി ഈ നിർദ്ദേശത്തെ വിശേഷിപ്പിക്കാമല്ലോ. എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് അലക്സ്? ഗുഡ് മോർണിംഗ്. ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യം നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസം ഇന്ത്യ പാക് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം രാജ്ഭവനിൽ നിന്ന്, അതായത് ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് നൽകുകയായിരുന്നു, വൈസ് ചാൻസലർമാർക്ക് നൽകുകയായിരുന്നു. അത് ഏതൊക്കെ സർവകലാശാലകളിൽ, ഏതൊക്കെ കോളേജുകളിൽ ഇന്ന് നടപ്പിലാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ആകാംക്ഷയായി രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. കാരണം ഈ തീരുമാനത്തിനെതിരെ, ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സർക്കാരും CPM രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാറിനെ രൂക്ഷമായി വിമർശിക്കുകയും ഇതിൽ നിന്ന് ഈ നടപടിയിൽ സർവകലാശാലകൾ പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇതിനെതിരെ രംഗത്തെത്തിയത് കണ്ടതാണ്. SFI, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് ഏതെങ്കിലും ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കുകയാണെങ്കിൽ അത് തടയും, അത് പ്രതിഷേധിക്കുമെന്ന് അവരും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഏത് ക്യാമ്പസിൽ, ഏത് കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട വിഭജന ഭീതി ദിനം ആചരിക്കപ്പെടും എന്നുള്ളതാണ്. പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്നത്, സർക്കാർ കോളേജുകളിൽ അത്തരത്തിലൊരു പരിപാടിക്കും സാധ്യതയില്ല. കാരണം അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ R. ബിന്ദു കഴിഞ്ഞ ദിവസം വകുപ്പിന് നൽകി, ഇന്നലെ രാത്രിയോടുകൂടി വകുപ്പിന് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. സർക്കാർ കോളേജുകളിൽ എന്താണെങ്കിലും ആ പരിപാടി നടക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ BJP അഫിലിയേറ്റഡ് മാനേജ്മെന്റുകൾ ഭരിക്കുന്ന കോളേജുകളൊപ്പം ABVPക്ക് മുൻതൂക്കമുള്ള കോളേജുകളിൽ ഒരുപക്ഷെ ഈ വിഭജന ഭീതി ദിനം ആചരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആചരിക്കുകയാണെങ്കിൽ അത് തടയും എന്ന് SFIയും KSUയും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ രൂക്ഷമായ ഒരു സാഹചര്യം, പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായി കേരള സർവകലാശാല, കണ്ണൂർ സർവകലാശാല, സാങ്കേതിക സർവകലാശാല എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട താഴെ തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. കോളേജുകളിൽ ഇത്തരത്തിൽ നാടകങ്ങളോ സെമിനാറുകളോ പ്രഭാഷണങ്ങളോ ഒക്കെ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ സർവകലാശാലകളാണ്. അത് എത്ര കണ്ട് പാലിക്കപ്പെടും എന്നുള്ള കാര്യം കണ്ടറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു അക്കാദമിക വിഷയമല്ല. അതായത് ഭാരതാംബ വിവാദത്തിന് പിന്നാലെ അക്കാദമിക വിഷയമല്ലാത്തൊരു വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.